എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താണ് ഉരുളക്കിഴങ്ങും പിടിച്ചുകൊണ്ട് നിൽക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. ഉരുളക്കിഴങ്ങ് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒന്ന് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് പറയാൻ പോണത്. അതിനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പറിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊതിയണം. ഇതേപോലെ നന്നായി പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണേ. എന്നിട്ട് നേരെ നമ്മൾ അവനെടുക്കുക. മൈക്രോവേവ് അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ട് വെക്കണം. ഒരു 2 മിനിറ്റ് സെറ്റാക്കി വെക്കുക. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ല പോലെ വെന്തിട്ടുണ്ടാവും ആ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കിട്ടാൻ പറ്റിയ നല്ലൊരു സൂത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞ് അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും നമുക്ക് ഒന്ന് കളയാം. നോക്കിക്കേ, വെറും 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു എളുപ്പവഴിയാണ്. പിന്നെ തേങ്ങ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എനിക്കൊന്നും ഒരു തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു ദിവസത്തേക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള തേങ്ങ പൂളുകളാക്കിയിട്ട് ഇട്ട് വെക്കും. അതിലെന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് അടച്ച് വയ്ക്കണേ. അടച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് കുറേ ദിവസം നമുക്കത് ഉപയോഗിക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കാം. ചിരവിയ തേങ്ങയൊക്കെ അവൈലബിളാണ്. പക്ഷേ ചിരവിയ തേങ്ങ വാങ്ങുമ്പോൾ നമ്മളത് ഫ്രീസറിൽ വെക്കണില്ല എന്നുണ്ടെങ്കിൽ അത് കേട് വന്നു പോകും. ഇതേപോലെ ടൈറ്റാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എപ്പോഴൊന്നും കടലയും പയറും പരിപ്പൊന്നും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാസറോൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തിരിക്കണം. ഇത് കടലയോ ചെറുപയറോ ഏതായാലും ഇത് വർക്കാവുന്നതാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല തിളപ്പിച്ച കുറച്ച് വെള്ളം അതിലൊഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ആ അരമണിക്കൂറിൽ തന്നെ നന്നായി കുതിർന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓവർനൈറ്റ് രാത്രിയെല്ലാം ഇട്ട് വെച്ച് രാവിലെ ആകുമ്പോഴേക്കാണ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇതൊരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് നന്നായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.